ഞാനിവിടെ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട നമ്മുടെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതിൻ്റെ ഉണ്ണി വേറെ ബൗളിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ ഇതൊട്ടും തന്നെ ആ വെള്ളയിലേക്ക് ഉണ്ണിയുടെ ആ യെല്ലോ പോർഷൻ ഒട്ടും വരാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്കൊരു ശകലം വന്നിട്ടുണ്ട്, ഞാനത് സ്പൂൺ വെച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് യെല്ലോ പോർഷനിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വിസ്ക് ഇല്ലാത്തവർക്ക് സ്പൂൺ വെച്ച് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അതിലേക്ക് നമുക്ക് വലിയ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഈ മാവ് ഇങ്ങനെ ടൈറ്റ് ആക്കാത്ത രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. മാവ് ഒത്തിരി ടൈറ്റ് ആവുകയാണെങ്കിൽ ഒരു ശകലം പാലും കൂടെ ചേർത്ത് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം എടുക്കണം. അതിലേക്ക് നാരങ്ങാനീര് 1 ടീസ്പൂൺ ചേർക്കണം. ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം അതിൻ്റെ 1/3 ചേർത്ത് ഇതുപോലെ നല്ലോണം ബീറ്റർ വെച്ചിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കുറേ നേരം ബീറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂറെങ്കിലും ബീറ്റ് ചെയ്യേണ്ടി വരും ഇത് ടോട്ടൽ സമയം നോക്കുവാണെങ്കിൽ. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഈ പഞ്ചസാര ചേർത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ അതില്ലാത്തവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അവസാനം ഈ ഒരു രീതി വരും. നല്ലോണം ഇങ്ങനെ ബീറ്റായിട്ട് വരും. അതിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് മഞ്ഞയ്ക്കകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് മാവ് ലൂസാകാത്ത രീതിയിൽ വേണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ. കുറച്ച് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ ഫുള്ള് ഈ വെള്ള പോർഷനിലോട്ട് ഒഴിച്ച് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്ലോയി വേണം ചെയ്യാൻ. ഒത്തിരി ഇതിൻ്റെ പതയൊക്കെ അങ്ങ് അടങ്ങിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് മാവ് ലൂസായി പോവും. അങ്ങനെ ആകാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കണം. ചെയ്തെടുത്തിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഇത് മാറ്റുന്നത്. കാര്യം ഞാനൊരു ഹോം ബേക്കർ ആയതുകൊണ്ട് ഈ പൈപ്പിംഗ് ബാഗൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു തവി വീതം കോരി ഒഴിച്ച് നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് കോരി ഒഴിക്കുന്ന പോലെ ഒത്തിരി പരത്തണ്ട, അങ്ങനെ കോരി ഒഴിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ സ്പാച്ചുലയും ഒക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് സ്പാച്ചുല വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ മാവ് മൊത്തമായിട്ട് ഇങ്ങനെ വീണ് കിട്ടും. ഇങ്ങനെ പിന്നെ നമ്മൾ പാനിലോട്ട് ഒരു ശകലം എണ്ണ തൂത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട്, ഇപ്പം ഞാൻ വലിയ ആയതുകൊണ്ട് 3 എണ്ണം വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ 3 എണ്ണമായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതിയാവും. നോക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ പതയൊക്കെ ഒന്ന് ഇതായി വന്ന പരുവത്തിൽ ഇത് തിരിച്ചിടണം. ഇപ്പം ആദ്യം എൻ്റെ പാൻ ഇച്ചിരി ചൂട് കൂടുതലായിരുന്നുകൊണ്ട് ഈ ഒരു കളറിൽ കാണുന്നെങ്കിലും കരിഞ്ഞു പോയിട്ടില്ല. ആ ഒരു കളർ ഇച്ചിരി മാറി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിച്ചിരി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അടുത്തതിപ്പം ഞാൻ ചുടുന്നത്. അടുത്തതും ഇങ്ങനെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. ഇപ്പം 2 മുട്ടയുള്ളെങ്കിലും പക്ഷേ ഇത് ഇത്രയും എണ്ണം കാണും. നമ്മൾ എടുത്ത് വരുമ്പം നമ്മൾ പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യവും കിട്ടുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഒരു 10 എണ്ണമെങ്കിലും കാണും. ഇത് ചെറിയ സൈസാണ്. ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിരുന്നതുകൊണ്ട് ഇങ്ങനെ ആ പുറം ഒന്നും ഒട്ടും കളറ് മാറാതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഞാനിതിലോട്ട് ഫില്ലിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത് ബട്ടർ ഫില്ലിംഗ് ആണ്. ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് ഉള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിന് വെക്കുന്നത്. ഇതിന് പകരം വേണം നമുക്ക് ന്യൂട്ടല്ല ഉണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ എന്ത് ഫില്ലിങ് വേണം, ജാം വെക്കാം, എന്ത് ഫില്ലിങ് വേണമെങ്കിലും വെച്ച് കഴിക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ബട്ടർ കയ്യിലുള്ളതുകൊണ്ട് ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് ഇങ്ങനെ നല്ലോണം മിക്സാക്കി അത് ഫില്ലിങ്ങായിട്ട് ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് ഇത്. സോഫ്റ്റായിട്ടിരിക്കും ഇത്. എടുക്കുമ്പോൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോകും. ഇങ്ങനെ 5 എണ്ണം ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. 5 സെറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 2 മുട്ട വെച്ച്. പിന്നെ ഞാൻ ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചൂടുവെള്ളത്തിൽ വെച്ച് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. മെൽറ്റാക്കി എടുത്തിട്ട് അതിങ്ങനെ അതിൻ്റെ പുറത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹണി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഹണി ഒഴിച്ചിട്ട് കഴിക്കുന്നത് ഒന്നുകൂടെ ടേസ്റ്റിയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ.